രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖൈസർ രാജാവിനെതിരിൽ ഏറ്റുമുട്ടാൻ ഒരു മുസ്ലിം സൈന്യത്തെ അദ്ദേഹം അയക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു അവരിൽപ്പെട്ട ആളായിരുന്നു. ഖൈസറിൻ്റെ പട്ടാളക്കാർ ധാരാളം മുസ്ലിമീങ്ങളെ ബന്ദികളാക്കി. അതിൽ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവും ഉൾപ്പെട്ടിരുന്നു. മുസ്ലിം നേതാവാണ് അദ്ദേഹമെന്ന് മനസ്സിലാക്കിയ ഖൈസർ അദ്ദേഹത്തോട് ക്രിസ്ത്യാനിയാവാനും അല്ലെങ്കിൽ കുരിശിൽ കയറ്റി നിന്നെ കുന്തം കൊണ്ട് എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ലെന്ന് കണ്ടപ്പോൾ മരണത്തെ ഭയമില്ലാത്തവനാണ്, ആ കുരിശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുരിശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് മോചിപ്പിച്ചു. എന്നിട്ട് രാജാവ് കൽപ്പിച്ചു ഒരു ചെമ്പ് കൊണ്ടുവരാൻ. അതിൽ നിറയെ എണ്ണയൊഴിച്ചു. എന്നിട്ട് അതിനടിയിൽ തീ കത്തിച്ചു. ആ ചെമ്പിൻ്റെ ഉള്ളിലുള്ള എണ്ണ തിളക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പാകെ അത് കാണിച്ചു കൊടുത്തു. ആ വെട്ടിത്തിളക്കുന്ന എണ്ണയിലേക്ക് അദ്ദേഹം നോക്കി നിൽക്കുമ്പോൾ രാജാവ് പ്രഖ്യാപിച്ചു, മുസ്ലിം തടവുകാരിൽ നിന്ന് 2 ആളെ കൊണ്ടുവരും. അങ്ങനെ പട്ടാളക്കാർ 2 മുസ്ലിമീങ്ങളെ കൊണ്ടുവന്നു. അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു നോക്കി നിൽക്കെ അവരിൽ ഒരാളെ ആ എണ്ണയിലിട്ട് ജീവനോടുകൂടെ ആ എണ്ണയിലിട്ട് പൊരിച്ചു കളഞ്ഞു. ആ എണ്ണയിൽ മുങ്ങി മുസ്ലിം സഹോദരൻ പിടക്കുന്നത്, മരണം വരിക്കുന്നത്, എല്ലുകളിൽ നിന്നും മാംസം അടർന്ന് അത് എണ്ണയിൽ ഇങ്ങനെ തിളക്കുന്നത് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ നോക്കി നിന്നു. അദ്ദേഹം പേടിക്കുകയാണെന്ന് ഖൈസർ ചക്രവർത്തി വിചാരിച്ചു പോയി. ആ ഖൈസർ പറഞ്ഞു, അബ്ദുല്ല, ക്രിസ്ത്യാനിയാവുന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഈ തിളച്ച എണ്ണയിൽ കിടന്ന് മരിക്കുന്നോ? അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു 2 കണ്ണുകളും നിറഞ്ഞൊലിക്കുന്നത് കണ്ടപ്പോൾ മരണത്തെ പേടിയാണല്ലേ എന്ന് ഖൈസർ ചോദിച്ചതും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, രാജാവേ, ഖൈസർ, മരണത്തെ ഭയപ്പെട്ടിട്ടല്ല. എൻ്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളുടെയും എണ്ണം കണ്ട് എനിക്ക് ശരീരമുണ്ടാവുകയും ആ ഓരോ ശരീരത്തെയും ഇതുപോലെ എണ്ണയിലിട്ട് നീ പൊരിച്ചു കളയുകയും ചെയ്യുകയാണെങ്കിൽ അതായിരുന്നു ഏറ്റവും എനിക്ക് നന്നായിരുന്നത്. അതിന് എനിക്ക് സാധ്യമല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു ധൈര്യത്തോടെ ഉറച്ച ഈമാനോടുകൂടെ പറഞ്ഞപ്പോൾ ഖൈസർ ചക്രവർത്തി അതിൽ നിന്നും പിന്മാറി. എന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാ, നീ എൻ്റെ തലയൊന്ന് ചുംബിക്കുമോ? എങ്കിൽ നിന്നെ ബന്ദി ആയതിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, രാജാവേ, എന്നെ മാത്രം മോചിപ്പിച്ചാൽ പോരാ, എൻ്റെ കൂടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും മോചിപ്പിക്കുമെങ്കിൽ തല ഞാൻ ചുംബിക്കാം. രാജാവ് പറഞ്ഞു, അബ്ദുല്ല, നിന്നെയും മോചിപ്പിക്കാം, നിന്റെ മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളെയും ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു തരാം. എങ്കിൽ നീ എൻ്റെ തല ചുംബിക്കുമോ? അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു ഓരോ മുസ്ലിമിൻ്റെയും ജീവന്, രക്തത്തിന്, അഭിമാനത്തിന് വില കൽപ്പിച്ചതുകൊണ്ട് ഓരോ മുസ്ലിമിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ശരീരത്തിൻ്റെ രക്ഷ മാത്രം നോക്കാതെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കാഫിറായ ഖൈസർ രാജാവിൻ്റെ നെറ്റിയിൽ, തലയിൽ പോയി ചുംബിക്കുവാൻ തയ്യാറായി. എന്തിനാണ് അങ്ങനെ ഒരു അപമാനത്തിന് അദ്ദേഹം തയ്യാറായത്? മുഴുവൻ മുസ്ലിമീങ്ങളും രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുമല്ലോ
ഈ ഒരൊറ്റ കാര്യം ഞാൻ ചെയ്താൽ, ഒരു കാഫിറായ രാജാവിൻ്റെ തല ചുംബിക്കുക എന്ന കാര്യം അയാൾ പറഞ്ഞിട്ട് ചെയ്യുക, രാജാവ് പറഞ്ഞിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ നിലവാരം കുറഞ്ഞൊരു പരിപാടിയാണ്. എന്നാലും എൻ്റെ കൂടെയുള്ള മുസ്ലിം കൂട്ടുകാർ അവരുടെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിയ അബ്ദുല്ലാഹിബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു ഉടനെ എഴുന്നേറ്റ് ചെന്ന് രാജാവിൻ്റെ തല പിടിച്ച് ചുംബിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനമല്ല, ആദരവല്ല, കൂടെയുള്ള മുസ്ലിമീങ്ങളുടെയും തൻ്റെയും ജീവൻ രക്ഷപ്പെട്ട് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ആ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് ഓരോ മുസ്ലിമിൻ്റെയും ജീവന് വിലയുണ്ട്. എങ്ങനെയെങ്കിലും ആ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമോ അതിന് ശ്രമിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസ്ലിമീങ്ങളെയും, എല്ലാ രാജ്യത്തുമുള്ള മുസ്ലിമീങ്ങളെയും അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഗസയിലുള്ള ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നാം ചെയ്യണം. കഴിയുന്നതും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അതേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. അല്ലാഹു തആല ഫലസ്തീനിൽ ശാന്തിയും സമാധാനവും നൽകട്ടെ. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന എല്ലാ സ്ഥലത്തും അവർക്ക് അല്ലാഹു രക്ഷയും അവൻ്റെ കരുണയും പ്രദാനം ചെയ്യട്ടെ. മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. ആമീൻ.